ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോക്കൽ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ +1 നിങ്ങളുടെ 8ാമത്തെ ചാപ്റ്ററാണ് എന്തെന്ന് പറയുന്നത് ലോക്കൽ ഗവൺമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. Local governments is the government at the village and district level. ഗ്രാമതലങ്ങളിലും ജില്ലാതലങ്ങളിലും ഗവൺമെൻറ്റിനെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ അഥവാ തദ്ദേശ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. The local governments involved in the day-to-day life and problems of ordinary citizens. സാധാരണ പൗരന്മാരുടെ ദൈനംദിന ജീവിതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞാലും തദ്ദേശ ഗവൺമെൻറ് ആയിരിക്കും ആ പ്രശ്നങ്ങളെല്ലാം തന്നെയും പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്. The local governments believe that local knowledge and interest are the essential factor for the democratic decision making. ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനും നമ്മുടെ തദ്ദേശപരമായിട്ടുള്ള അറിവും പ്രാദേശിക താല്പര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ആവശ്യമാണെന്ന് പറയാം. It is also necessary for an efficient people in friendly administration. ജനങ്ങളോട് സൗഹൃദം പുലർത്തുകയും കാര്യക്ഷമമായിട്ടുള്ള ഒരു ഭരണമാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. The most important advantages of the local government is that it stands very near to the people. പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ കൂടെ നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് ലോക്കൽ ഗവൺമെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. It is easy for the people for the approach to the local governments for the solving their problems quickly and cheaply. കുറഞ്ഞ ചിലവിലും നമ്മുടെ വേഗതയിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനെല്ലാം തന്നെ നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്റിനെ സമീപിക്കാൻ നമുക്ക് എളുപ്പമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The local governments can very effectively protect the local interest for the people. ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. The local governments are considered as the pillars of democracy. പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യം ഒരു നെടുന്തൂണായിട്ടാണ് ലോക്കൽ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. They involve the important values of democracy. ജനാധിപത്യം നോക്കിക്കഴിഞ്ഞാൽ പ്രധാന മൂല്യങ്ങളെ പ്രാദേശിക ഗവൺമെൻറ് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത the needs of local government at a glance. The local government stand close to the people and solve the problem of the common citizens less costly and speedily. പ്രാദേശിക ഗവൺമെൻറ് അടുത്ത് നിൽക്കുകയും സാധാരണ പൗരന്മാരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെയും ചുരുങ്ങിയ ചെലവിലും വേഗതയിലും പരിഹരിക്കാൻ സാധിക്കുന്നു. The local governments can effectively protect the local interest. പ്രാദേശിക താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും പ്രാദേശിക ഗവൺമെൻറ് കഴിയുകയും ചെയ്യുന്നു. The local government are the necessary for the effectively using the local knowledge and the collective energy of the people. തദ്ദേശ വിജ്ഞാനം തദ്ദേശീയരുടെ കൂട്ടായ്മ ഊർജം എന്നിവ ഉൾപ്പെടുത്താൻ പ്രാദേശിക ഗവൺമെൻറ്റുകൾ ആവശ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The local government are the pillars of democracy. പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ടാണ് നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ് പ്രവർത്തിച്ച് പോകുന്നത്. They ensure the popular പാർട്ടിസിപ്പേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. ജനപങ്കാളിത്തവും ചുമതല ബോധവും എല്ലാം തന്നെ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. The decentralization of the powers and the planning are the implemented mainly through the local governments. വികേന്ദ്രീകരണം വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ തന്നെ നടപ്പിലാക്കുക എന്ന് നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ് ആണെന്ന് പറയാം. ഇനി അടുത്ത് നമുക്ക് ഗ്രോത്ത് ഓഫ് ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന പോയിൻറ്റുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക. ആ നോട്ട് ചെയ്യുന്ന പോയിൻറ്റുകളൊക്കെ മനസ്സിലാക്കി വായിച്ച് പോവുക. ഇപ്പോൾ ഗ്രോത്ത് ഓഫ് ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇപ്പോൾ തദ്ദേശ ഭരണത്തിൻ്റെ വളർച്ച എത്രത്തോളം നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഫ്രം ദ primitive period itself governing village communities existed in India. പുരാന കാലം മുതൽക്കേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്വയം ഭരണാധികാരമുള്ള ഗ്രാമ സമുദായങ്ങൾ നിലനിന്നിരുന്നു. They were known as a സഭ or the സമിതി. ഗ്രാമസഭകളെ നമ്മൾ സഭാ സമിതി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്.
The Kaudilya also refers about the Gramasabha in his Ardhashastra. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഗ്രാമസഭകളെ പരാമർശിക്കുന്നത്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് പാണ്ഡ്യാസ് ആൻഡ് ചോളാസ് there existed a large number of the local governments having the self-governing powers. പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ഭരണകാലത്ത് വൻതോതിൽ തന്നെ നമുക്ക് സ്വയംഭരണാധികാരമുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകളായിരുന്നു നിലനിന്നിരുന്നത്. ഡ്യൂറിങ് ദ മിഡിൽ ഏജസ് ആൾസോ ദ വില്ലേജ് ഹാഡ് എ സെൽഫ് ഗവേണിംഗ് പവേഴ്സ്. മധ്യകാലഘട്ടത്തിലും ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. സ്വയം ഭരണമായിരുന്നു മധ്യകാലഘട്ടത്തിലും ഗ്രാമങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ദ കാസ്റ്റ് പഞ്ചായത്ത് ആൻഡ് ദ വില്ലേജസ് ഹെഡ് ദ അഡ്മിനിസ്ട്രേറ്റഡ് ദ വില്ലേജ് കമ്മ്യൂണിറ്റീസ്. ഗ്രാമപഞ്ചായത്തും ഗ്രാമത്തലവനുമാണ് ഗ്രാമഭരണങ്ങളെല്ലാം തന്നെ നിർവഹിച്ച് പോയിരുന്നത്. ഡ്യൂറിങ് ദ ഏൻഷ്യൻ്റ് ആൻഡ് മിഡിവൽ പീരീഡ് ദർ വാസ് അറേഞ്ച്മെൻറ്റ് ടു ദ ഗവേണിംഗ് സിറ്റീസ് ലൈക്ക് ദി വില്ലേജസ്. ഗ്രാമങ്ങളെ പോലെ തന്നെ നഗരങ്ങളും ഭരിക്കുന്നതിനും പ്രാചീന മധ്യകാലഘട്ടങ്ങളിലെ എല്ലാ സംവിധാനങ്ങളും നിലനിന്ന് പോയിരുന്നു. The arrangement of implemented by the Mauryas for the administration of the urban areas is really noteworthy. നഗരത്തിനായി മൗര്യന്മാർ ഏർപ്പെടുത്തിയിരുന്ന സംവിധാനങ്ങൾ ഏറെ ശ്രദ്ധേയമായിട്ടായിരുന്നു മുന്നിലേക്ക് പോയിരുന്നത്. The village bodies which were known as Sabha or Samiti, the later began to be known as Panchayat, the assembly of the 5 persons. അപ്പോൾ സഭാസമിതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രാമസഭകളിൽ കാലത്ത് പഞ്ചായത്തുകളായി മാറി. The panchayat issues at the village level at a years passed there the role and functions kept on the changing. ഗ്രാമതലത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഈ പഞ്ചായത്തുകൾ എന്ത് ചെയ്തിരുന്നു? പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. As a year passed, there the role and functions kept into changing. അവയുടെ പ്രവർത്തനങ്ങളും പങ്കുകളും എല്ലാം തന്നെയും കാലാകാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. In the modern India, the local self-governing institutions began to the functions with the administration reforms that implemented by the Lord Ripon in 1882. 1882 റിപ്പൺ പ്രഭു കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളായിരുന്നു ആധുനിക ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെയും നമുക്ക് തുടക്കം കുറിച്ചതെന്ന് പറയാൻ സാധിക്കുന്നു. The village panchayat formed by him were called the local bodies. അദ്ദേഹം രൂപീകരിച്ച ഗ്രാമപഞ്ചായത്തുകളെ പ്രാദേശിക ഭരണസമിതികൾ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990, ദ മൊണ്ടേഗെ ചേംസ്ഫോർഡ് റിഫോംസ് പ്രൊമോട്ട് ദ ലോക്കൽ ഗവൺമെൻറ്റ്സ്. 1919 ഇന്ത്യ നിയമം അനുസരിച്ച് മൊണ്ടേഗെ ചേംസ്ഫോർഡ് പരിഷ്കാരങ്ങളും നമ്മുടെ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെയും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഭരണങ്ങളെയെല്ലാം തന്നെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ദ വില്ലേജ് പഞ്ചായത്ത് വെയർ ഫോംഡ് ഇൻ എ നമ്പർ ഓഫ് ദ പ്രൊവിഷൻസ്. ധാരാളം പ്രവിശ്യകളും ഗ്രാമപഞ്ചായത്തുകളിൽ രൂപീകരിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. ദിസ് ട്രെൻഡ് ഈസ് കണ്ടിന്യൂഡ് ഈവൻ ആഫ്റ്റർ പാസിംഗ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പം നമുക്ക് 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിന് ശേഷം ഈ പ്രവണത എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കിന് ചോദിക്കാം. 1935. ദ മഹാത്മാഗാന്ധി പ്ലേഡ് എ ഡിസീവ് ദ റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ. പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ വളർച്ചയിൽ മഹാത്മാഗാന്ധി നിർണായകമായിട്ടുള്ള പങ്കുകളാണ് വഹിച്ചു പോയിരുന്നത്. During the period of the freedom of struggle has strongly pleaded for decentralization of the economic and political power. സ്വതന്ത്ര സമരകാലത്ത് സാമ്പത്തിക രാഷ്ട്രീയമായിട്ടുള്ള അധികാരങ്ങളെ വികേന്ദ്രീകരണം അഥവാ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരുന്നത്. ഇൻ ഹിസ് ഒപ്പീനിയൻ ദ സ്ട്രെങ്തനിങ് ഇൻ ദ വില്ലേജ് ഓഫ് പഞ്ചായത്ത് ഈസ് ആൻ എഫക്റ്റീവ്ലി മീൻസ് ഫോർ ദ സക്സസ്ഫുൾ ഓഫ് ദി ഡീസെൻട്രലൈസേഷൻ. ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുവാനും അതുപോലെ വികേന്ദ്രീകരണത്തിന് സഹായിക്കാമെന്നും ആര് വിശ്വസിക്കുകയാണ് ചെയ്തിരുന്നത്? ഗാന്ധിജി വിശ്വസിക്കുകയാണ് ചെയ്തിരുന്നത്. When the constitution is framed, the subject of the local government is assigned to the state government. ഭരണഘടന തയ്യാറാക്കിയപ്പോൾ പ്രാദേശിക ഗവൺമെൻറ് എന്ന വിഷയം സംസ്ഥാനങ്ങൾക്കായിരുന്നു നൽകിയിരുന്നത്. There is the mention about the implementation of the village panchayat in the directive principles of state policy. ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളിലും പ്രാദേശിക ഗവൺമെൻറ്റുകളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. The government appointed several commissions to the study of the report about the methods by the which
functions of the local bodies can be improved. The most important are the Balwant Rai commissions, Ashoka Mehta commissions, Professor Hanumanta Rao commissions, P.K. Tungan committee. In 1989, the P.K. Tungan Committee recommended to give the constitutional status of the local self-governing bodies. പ്രാദേശിക സ്വയംഭരണങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ ഗവൺമെൻറ്റിനെ ചില കമ്മീഷനുകളെയും കമ്മിറ്റികളെയും നിയമിക്കുകയുണ്ടായി. അവരായിരുന്നു ബൽവന്ത് റായ് കമ്മീഷൻസ്, പ്രൊഫസർ ഹനുമന്ത റാവു കമ്മിറ്റി, അശോക മേത്ത കമ്മിറ്റി, P.K. Tungan കമ്മിറ്റി എന്നിവയായിരുന്നു. അങ്ങനെ in 1989, the P.K. Tungan Committee recommended to give the constitutional status to the local സെൽഫ് ഗവേണിംഗ് ബോഡീസ്. തദ്ദേശ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകുവാൻ 1989 P.K. Tungan കമ്മിറ്റി ശുപാർശ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എന്താണ് ഇന്നത്തെ ലോക്കൽ ഗവൺമെൻറ്റ്സ് അല്ലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എസ്സേക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് 73rd 74th അമെൻമെൻറ്റ്. അപ്പം അത് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നോട്ട് ചെയ്യുക, പഠിക്കുക. പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരൊക്കെ കാണുമായിരിക്കും. അവരെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സ്പീഡിന് പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ടെക്സ്റ്റിൽ ആദ്യം നോട്ട് ചെയ്യുക, ആ പോയിൻറ്റുകൾ അടയാളപ്പെടുത്തുക, കൃത്യമായിട്ട് പഠിച്ച് പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തരിക ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.